ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അരിപ്പൊടി കൊണ്ടാണ് ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അധികം വെള്ളമൊന്നും ഇല്ലാതെയാണ് നമ്മളിത് കുഴച്ചെടുക്കാൻ പോകുന്നത്. ഈ കുഴച്ചെടുത്ത മാവിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമ്മളിത് കൈകൊണ്ട് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യാസമായിട്ട് കുറച്ച് കട്ടിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. ഈ മാവ് നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് പൊടി വിതറി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. ഉരുട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ ഈ പരത്തിയെടുത്ത മാവിന് ഷേപ്പൊന്നുമില്ല. നമുക്കിത് മുറിച്ച് കൊടുക്കണം. ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കാം. 4 ഭാഗവും മുറിച്ചെടുത്തതിന് ശേഷം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. എളുപ്പമാണ് ഇത് മുറിച്ചെടുക്കാനായിട്ട്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. നമ്മൾ ഈ പരത്തിയെടുത്തത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിലായിരിക്കണം. 2 മിനിറ്റിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് മീഡിയം ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഈ സ്നാക്സ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കോരി എടുക്കുന്ന സമയത്ത് തന്നെ നല്ല സൗണ്ടുണ്ട് ഇതിന്. ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം അതിലേക്കാണ് കോരി ഇട്ട് വെച്ചിരിക്കുന്നത്. ടിഷ്യൂ പേപ്പർ മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് എരിവിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൽ നിന്നും ഒന്നെടുത്ത് പൊട്ടിച്ച് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഒരു ആഴ്ച വരെയെങ്കിലും സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ.